വെൽക്കം വൺസ് അഗൈൻ ടു ലിറ്റിൽ ഓർഗനൈസ് ലൈഫ് കോച്ച് വിത്ത് ലവ്. ഇപ്പോൾ സൈബർ സ്പേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സള്ളിവൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ 10ഓളം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഐപോഡ് ജനറേഷനെ കുറിച്ച്. അവർ ചെവിയിൽ ഇങ്ങനെ ഐപോഡ് വെച്ചിട്ട് സദാസമയവും സംഗീതം ആസ്വദിക്കുകയാണ്. They are not bothered about what is happening outside. They are not bothered about their parents. They are not bothered about others' emotions. അപ്പോൾ 10 കൊല്ലം മുമ്പ് അമേരിക്കയിലായിരുന്നു ഇത് അവസ്ഥയെങ്കിൽ നമ്മുടെ ജനറേഷനും മെല്ലെ മെല്ലെ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എവറി ടൈം ദേ ആർ ഹാവിങ് സംതിങ് ഓൺ ദെയർ ഇയേഴ്സ്. അവർക്കിങ്ങനെ ബന്ധങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോകാനുള്ളൊരു വലിയ ആഗ്രഹമോ ത്വരയോ ഒക്കെ ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ സള്ളിവൻ പറയുന്നത് നമുക്ക് എന്തൊക്കെയാണ് നഷ്ടമാകുന്നത്. ഈ മ്യൂസിക്കൽ വേൾഡിൽ അവർ രാജകുമാരനും രാജകുമാരിയാകുകയാണ്. അവർ മ്യൂസിക് മാത്രം ആസ്വദിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു. ദേ ആർ നോട്ട് ബോതേഡ് അബൌട്ട് the signpost. They are not bothered about the elders. They are not bothered about the humming of bees. They are not bothered about the color of the sky. ഇതൊക്കെ അവർക്ക് നഷ്ടമാകുന്ന വലിയൊരു ലോകത്തിനെ കുറിച്ച് അവർ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അവരുടെ ഇഗ്നറൻസ് ആണ് അവരെ ടെക്നോളജിയിലേക്ക് കൂടുതൽ അഡിക്റ്റഡ് ആക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്മോൾ ടോക്ക് അല്ലേ, നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളിൻ്റെ സംസാരം നമുക്ക് നഷ്ടപ്പെടുന്നു. നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന മനോഹരമായ സംഗീതം നമുക്ക് നഷ്ടപ്പെടുന്നു. പിന്നെ നമുക്ക് ടേണിംഗ് പോയിൻ്റ് ആയേക്കാവുന്ന ഒരു സന്ദർഭം നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മളൊരു ക്യാബിൽ അല്ലെങ്കിൽ ഒരു ടാക്സിയിൽ കയറിയാൽ ടാക്സിക്കാരൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു. കാരണം ഈ ഇയർപോഡ് ഓരോ ഐപോഡ് ചെവിയിൽ വെച്ചിരിക്കുന്ന ആളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അകലം ഫീൽ ചെയ്യുന്നു. അപ്പോൾ ടെക്നോളജി എത്ര വളർന്നാലും ടൈം വിൽ അറൈസ് ദാറ്റ് വി മസ്റ്റ് നീഡ് സം സൊളൈസ് ഫ്രം ദ വേർഡ്സ് ഓഫ് അതേഴ്സ്. നമ്മൾ മനുഷ്യനാണ്, ഒരു സൊസൈറ്റൽ ലൈഫാണ് നമ്മുടേതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമയം വരുമ്പോൾ മനുഷ്യൻ്റേതായ വാക്കുകളിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം നമുക്ക് കിട്ടണമെങ്കിൽ വി ഷുഡ് ഹാവ് ദറ്റ് സോഷ്യൽ കോണ്ടാക്ട് ഓർ സോഷ്യൽ റിലേഷൻഷിപ്പ്. അത് മനസ്സിലാക്കാതെ വേണം. ബട്ട് ടു മച്ച് അഡിക്ഷൻ ടു IT or too much addiction to technology എന്ന് പറയുന്നത് നമ്മളെ മറ്റൊരാളിൽ നിന്നും അകറ്റാനുള്ളൊരു സന്ദർഭമായിട്ട് മാറരുത് എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്.